എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. റവ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. തേങ്ങയൊന്നും ചേർത്തരയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ തലേ ദിവസം നമ്മൾ പുളിപ്പിക്കാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് റവ ഞാൻ ദാ ഇവിടെ അളന്നെടുക്കുന്നുണ്ട്. റവ എടുക്കുമ്പോൾ നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ തന്നെ വെച്ചിരിക്കാം. ഒന്ന് കുതിർന്ന് വരട്ടെ. റവ നന്നായിട്ടൊന്ന് കുതിർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് നമ്മളൊന്ന് തൂത്ത് വെടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് അവലാണ്. ഞാനൊരു 1/2 കപ്പ് അളവിൽ അവലാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. അതിപ്പോൾ നമുക്ക് വെളുത്ത അവിലോ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള അവിലോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. തേങ്ങയ്ക്ക് പകരമാണ് നമ്മൾ അവല ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി ഉണ്ടാവുമല്ലോ, നമ്മൾ സാധാരണ ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ എടുക്കുന്ന ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി. അതൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 ടീസ്പൂണിൽ താഴെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നിറയെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതല്ല ഒരല്പം കൂടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൂട്ടിയും എടുക്കാം. ചെറിയൊരു മധുരിപ്പും കൂടി ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു അപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരല്പം ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1-2 പിഞ്ച് അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈസ്റ്റാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഈസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നാലേ നമ്മളുടെ മാവ് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല കറക്റ്റായിട്ട് പുളിച്ച് കിട്ടുള്ളൂ. ഇനി ഈസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈസ്റ്റിന് പകരം നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടിലേതെങ്കിലും ഒന്നെങ്കിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഞാനൊരു 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ലൂസായി പോകാതെ നല്ല കറക്റ്റ് പരുവത്തിൽ അത്യാവശ്യം നമ്മൾ അപ്പത്തിനൊക്കെ മാവ് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു തിക്നെസ്സിൽ തന്നെ നല്ല പോലെ ഒട്ടും തരിയില്ലാതെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് ഇപ്പം തന്നെ മാവിൽ ചെറിയ ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ മൺകലത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരുപാട് സമയമൊന്നും ഇത് വെച്ചേക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊളിച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ എന്തായാലും ഇത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് 1 മണിക്കൂർ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ 1 മണിക്കൂർ വെക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിരിക്കണം. എന്നാലേ നമുക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റോടു കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിവിടെ നമുക്ക് 1 മണിക്കൂറത്തേക്കൊന്ന് അടച്ച് വെച്ചിരിക്കാം. അതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്നപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ബബിൾസൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ശരിക്കും വെള്ളയപ്പത്തിൻ്റെയൊക്കെ ആ ഒരു മാവുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ റെഡിയാക്കി വരുമ്പോഴേക്കും എങ്ങാനും കുറച്ച് ടൈറ്റായിട്ടാണ് മാവ് ഇരിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരല്പം വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു കറക്റ്റ് പരുവത്തിലേക്ക് അങ്ങ് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരല്പം എണ്ണയും കൂടി തടവിയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി 1 തവി മാവ് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരുപാടൊന്നും പരത്തേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പം എന്താ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് മാത്രമല്ല, നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ടാണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒട്ടിയൊന്നും പിടിക്കില്ല. കണ്ടില്ലേ, നല്ല ഹോൾസൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റായിട്ട്
കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടി അങ്ങ് ഉണ്ടാക്കിയെടുത്തേക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് വെന്തും കിട്ടും. സ്ഥിരം ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുത്തിരിക്കുന്നവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതാണ്. എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ഉള്ളിയും മുളകൊക്കെ ഇടിച്ചിട്ടുണ്ടാക്കിയ ഒരു പരിപ്പ് കറിയാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റവ കൊണ്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒത്തിരി ഹോൾസൊക്കെയുള്ള നല്ല അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരു തവണയെങ്കിലും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.